പ്ലസ് 2 സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Inheritance is the process by which the characters are transferred from parents to progeny. അപ്പോൾ ഒരു പാരന്റ്സിൽ നിന്നും സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ആ സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജീവിവർഗം അതിന്റെ പാരന്റ്സിൽ നിന്ന് കാണിക്കുന്ന വ്യത്യസ്തതയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. അച്ഛൻ അമ്മ എന്ന് പറയുന്ന രണ്ട് ജീവികൾ ചേർന്നാണ് സന്താനങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒരു കുഞ്ഞ് ഉണ്ടാവുന്നത്. കുഞ്ഞിന് ലഭിക്കുന്ന സവിശേഷതകൾ, അതായത് ശരീരത്തിന്റെ നിറമാകാം, പൊക്കമാകാം, മുടിയുടെ നിറമാകാം, വലിപ്പമാകാം, അങ്ങനെയുള്ള ഓരോ സവിശേഷ ഗുണങ്ങളും നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്കറിയാം, ചില സ്വഭാവങ്ങൾ നമ്മൾ പറയാറുണ്ട്, അച്ഛനെ പോലെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അമ്മയെ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്, അല്ലെ? അപ്പൊ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ഇത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ മാത്രമാകില്ല. ചിലപ്പോൾ നമുക്ക് മുൻപേയുള്ള തലമുറയിൽ നിന്ന് കൈമാറ്റം ചെയ്യുന്ന ചില സ്വഭാവങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രകടിപ്പിച്ചു എന്ന് വരാം, അല്ലെ? അപ്പൊ ഇങ്ങനെ കൈമാറ്റം ചെയ്തു വരുന്ന സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന വ്യത്യസ്തമായ ചില സവിശേഷതകളുണ്ട്. അതായത് അച്ഛന്റെയോ അമ്മയുടെയോ ആയിട്ടുള്ള പ്രത്യേകതകൾ അല്ലാതെ പുതിയതായിട്ട് ആ ജീവജാലത്തിൽ കാണിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചില ഘടകങ്ങളും ആകാം. അപ്പൊ എന്താണ് ഇതിന് കാരണം? എങ്ങനെയാണ് ഈ സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമുക്ക് വേരിയേഷൻസ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് വളരെ ദൈർഘ്യമേറിയ ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഭാഗം കൂടിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ വാക്കിൽ ജനറ്റിക്സ് എന്ന് പറയാം. ഇപ്പോ എന്താണ് ജനറ്റിക്സ് എന്ന് ചോദിച്ചാൽ, ജനറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. എന്താണ് ഇൻഹെറിറ്റൻസ് നമ്മൾ പറഞ്ഞു, എന്താണ് വേരിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇൻഹെറിറ്റൻസിനെയും വേരിയേഷനെയും കുറിച്ചുള്ള പഠനം, അതായത് ഒരു ജീവിവർഗം അതിന് കിട്ടിയിരിക്കുന്ന സവിശേഷ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരുടെ പാരന്റ്സിൽ നിന്ന് കൈമാറ്റം ചെയ്ത് കിട്ടിയതാകാം, അല്ലാന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തത കാണിക്കുന്ന സവിശേഷതകളാകാം. ഈ ഗുണഗണങ്ങൾ എല്ലാം തന്നെ എവിടെയാണ് കാണപ്പെടുന്നത്? ജീനുകൾ എന്ന് പറയുന്ന ഭാഗത്താണ് ഇതെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ജീൻസ് എന്ന് പറയാം. ഇനി എന്താണ് ജീനുകൾ? ആദ്യകാലത്ത് ജീന് എന്താണ് എന്നുള്ളതിന് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കാരണം അന്ന് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. കൂടാതെ ക്രോമസോമുകളൊന്നും വേർതിരിച്ചെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ക്രോമസോമുകൾ DNA ജീന് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ല. മറിച്ച് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് അദ്ദേഹം നടത്തിയ തന്റെ എക്സ്പെരിമെന്റുകളും, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് പള്ളിയോട് ചേർന്നിട്ടുള്ള തോട്ടത്തിൽ അദ്ദേഹം വളർത്തിയ കുറെ ചെടികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറെ സസ്യവർഗങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ നടത്തിയ എക്സ്പെരിമെന്റുകളും അതിൽ നിന്ന് എത്തിച്ചേർന്ന ചില കൺക്ലൂഷൻസുകളുമായിരുന്നു. പിന്നീട് അദ്ദേഹം എത്തിച്ചേർന്ന ഈ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഇനി അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകളും അതുപോലെ തന്നെ എക്സ്പെരിമെന്റിന് നടത്തിയതിനു ശേഷം അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളും ഏതൊക്കെയാണ് എന്നുള്ളത്, കുറച്ച് പുതിയ വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ട്രെയ്റ്റ്. എന്താണ് ട്രെയ്റ്റ്? അദ്ദേഹം ട്രെയ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ക്യാരക്ടറിനെ ആയിരുന്നു. ഇവിടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സ്വഭാവ സവിശേഷത, പെരുമാറ്റത്തെ അല്ല, മറിച്ച് ഓരോ ജീവിയുടെയും ശരീരത്തിന്റെ ഘടനകളാകാം. ഉദാഹരണത്തിന് ഒരു ജീവിയുടെ പൊക്കത്തെ, അല്ലെങ്കിൽ അതിന്റെ നിറത്തെ, അല്ലെങ്കിൽ ഇപ്പൊ ഹെയർ എടുത്താൽ അതിന്റെ ഏത് സ്റ്റൈലാണ്, ചുരുണ്ടതാണോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആണോ എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ക്യാരക്ടേഴ്സിനെയാണ് ട്രെയ്റ്റ് എന്ന് ഉപയോഗിച്ചത്. അപ്പോ അദ്ദേഹം
ട്രേറ്റ് എന്ന് വിളിച്ചത് ക്യാരക്ടേഴ്സിനെയാണ്. പിന്നീട് അടുത്ത വേർഡാണ് ഫാക്ടർ. അദ്ദേഹം പറഞ്ഞു ഓരോ ട്രേറ്റിനും അല്ലെങ്കിൽ ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നത് ഒരു കൂട്ടം ഫാക്ടേഴ്സുകളാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ്. പിന്നീട് നമ്മൾ ഈ ഫാക്ടേഴ്സിനെ ജീനുകൾ എന്ന് വിളിച്ചു. അപ്പോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് ക്യാരക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നത്. അടുത്തത് അല്ലീലുകൾ. ഈ ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഓരോ ട്രേറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സുകള് അല്ലെങ്കിൽ ജീനുകള് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ഫാക്ടർ അല്ലെങ്കിൽ ജീനിനെയാണ് നമ്മൾ അല്ലീൽ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളിവിടെ ടോള് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ പഠിച്ചു, ഒരു ട്രേറ്റിനെ പഠിച്ചു. നമ്മളിവിടെ ടോള് എന്ന് പറയുന്ന ഒരു ട്രേറ്റിനെ കുറിച്ച് പഠിക്കുന്നു. ഈ ടോള് എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കുന്ന ചില ഫാക്ടേഴ്സുകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഫാക്ടേഴ്സുകളുടെ ഫോംസുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ഫാക്ടേഴ്സുകൾ അല്ലെങ്കിൽ ജീനാണ് അല്ലീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫാക്ടറിനെ നിയന്ത്രിക്കാൻ 2 അല്ലീലുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉദാഹരണത്തിന് ടോള് എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കാൻ അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത ലെറ്റർ ക്യാപിറ്റൽ ടി തന്നെയാണ് എടുത്തത്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ആ ഒരു സവിശേഷ ഗുണം ഉണ്ട് എങ്കിൽ ഇത് ടോള് എന്ന് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ഇല്ല എങ്കിൽ ഇതിനെ നമുക്ക് സ്മോൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് ഒരിക്കലും ടോൾ ആകുന്നില്ല, മറിച്ച് ഈ സ്വഭാവത്തെ നമ്മൾ പൊക്കം കുറഞ്ഞത് അല്ലെങ്കിൽ ഡ്വാർഫ് എന്ന് പറയാം. ഇനി പൊക്കത്തെ നിയന്ത്രിക്കുന്ന ഫാക്ടർ എന്ന് അദ്ദേഹം കൊടുത്ത ഈ ക്യാപിറ്റൽ ടിയുടെ കൂടെ ക്യാപിറ്റൽ ടിയോടൊപ്പം സ്മോൾ ടിയും കാണപ്പെടാം. ഇങ്ങനെയും ഒരു കണ്ടീഷൻസ് ഉണ്ടാകാം. ഇതിനെയും നമ്മൾ വിളിക്കുന്നത് ടോള് എന്നാണ്. മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്കത് മനസ്സിലാകും. അപ്പോ ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻ ആണ് അല്ലീലുകൾ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻ ആണ് അല്ലീൽ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലീലുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 2 തരത്തിലാണ്. ഒരേ ടൈപ്പ് അല്ലീലുകൾ ആണ് കാണുന്നതെങ്കിൽ അവരെ ഹോമോസൈഗസ് അല്ലീൽ എന്ന് വിളിക്കാം. ഇവിടെ ഹോമോസൈഗസ് ആയിട്ട് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ ടി രണ്ടും ഒരേ ടൈപ്പ് അല്ലീലാണ്. ഇനി ഇവിടെ ഡ്വാർഫ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ ആ ഫാക്ടർ അവിടെ ഇല്ല എന്ന് കാണിക്കാൻ നമ്മൾ കൊടുത്തിരിക്കുന്നതും ഒരേ ടൈപ്പ് അല്ലീലാണ്. അത് അതിന്റെ സ്മോൾ ലെറ്റർ ആണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ഇത് ഹോമോസൈഗസ് ആണ്. എന്നാൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും പ്രസന്റ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷനെ ഇവിടെ 2 ടൈപ്പ് അല്ലീൽസുകളും അതിലുണ്ട്. പക്ഷെ കാണുന്നത് ക്യാപിറ്റൽ ടി ആണ് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ടോള് എന്ന് തന്നെ ആയിരിക്കും വിളിക്കുന്നത്. ഈ കണ്ടീഷൻ ഹെട്രോസൈഗസ് ആണ്. നമുക്കിവിടെ അല്ലീൽസുകളെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഹോമോസൈഗസ് എന്നും ഹെട്രോസൈഗസ് എന്നും. ഹോമോസൈഗസ് മീൻസ് സെയിം ടൈപ്പ് അല്ലീൽസുകൾക്ക് ആണെങ്കിൽ അതിനെ ഹോമോസൈഗസ് എന്നും, ഡിഫറെന്റ് ടൈപ്സിന്റെ അല്ലീൽസുകളുടെ ഫോംസ് ആണെങ്കിൽ അതിനെ ഹെട്രോസൈഗസ് എന്നും വിളിക്കാം. അടുത്തത് ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് മീൻസ് ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് ആൻ ഓർഗാനിസം. നമ്മളിപ്പോ പറഞ്ഞ ഡ്വാർഫ് അല്ലെങ്കിൽ റെഡ് കളറ്, ബ്ലൂ കളറ്, നമ്മൾ അങ്ങനെ കളർ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ കേളി ആയിട്ടുള്ള ഹെയർ ആണോ, അങ്ങനെ നമ്മൾ അതിനെ ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഫിനോടൈപ്പ് എന്ന് അദ്ദേഹം വിളിച്ചത്. എക്സാമ്പിൾ ടോൾ ആൻഡ് ഡ്വാർഫ്. ജീനോടൈപ്പ്. ജീനോടൈപ്പ് മീൻസ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. അതായത് ഈ പൊക്കത്തെ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ്. നമ്മളിവിടെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ടുള്ള കണ്ടീഷനെ നമ്മൾ ടോള് എന്ന് വിളിച്ചു. അപ്പൊ ഇങ്ങനെ അത് ഉണ്ടാക്കിയിരിക്കുന്ന ആ അല്ലീലുകൾ അല്ലെങ്കിൽ അതിന്റെ ജീനുകൾ എങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ഇവിടെ ജീനോടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ടോള് എന്ന് പറയുന്ന ഫീനോടൈപ്പിനെ നമുക്ക് ഇങ്ങനെ ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ആയിട്ടുള്ള അല്ലീലുള്ള ജീനിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിലോ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഈ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ജീനിന്റെ അറേഞ്ച്മെന്റിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഡ്വാർഫിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് സ്മോൾ ടി.
ഇതിന്റെ ഫിസിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റിനെ ഫിനോടൈപ്പ് എന്നും അതിന്റെ ജനറ്റിക് അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്നുള്ളതിനെ ജീനോടൈപ്പും എന്നും വിളിക്കുന്നു. അടുത്തത് ഫിലിയൽ പ്രോജനി. എന്താണ് ഫിലിയൽ? അദ്ദേഹം തന്റെ എക്സ്പെരിമെന്റുകൾ ഇങ്ങനെ തലമുറകളോളം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ജനറേഷൻസ് ടു ജനറേഷൻ, അപ്പൊ ജനറേഷനുകളെ വിളിച്ച വേർഡാണ് ഫിലിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടാകുന്ന പ്രോജനികളെ നമ്മൾ F1 എന്നും അതിനുശേഷം ഉണ്ടാകുന്ന അടുത്ത തലമുറ F2 എന്നും വിളിച്ചു. നെക്സ്റ്റ്, ഡോമിനന്റ് ഓർ റെസസീവ്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റുകളിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കാം എക്സ്പ്രസ് ചെയ്യുന്നത്, ഒരു ക്യാരക്ടേഴ്സ് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കാം. അപ്പൊ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് അദ്ദേഹം ഡോമിനന്റ് ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടേഴ്സിനെ റെസസീവ് ക്യാരക്ടേഴ്സ് എന്നും വിളിക്കും. നെക്സ്റ്റ് വൺ, മോണോഹൈബ്രിഡ് ആൻഡ് ഡൈഹൈബ്രിഡ്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റുകളാണ്. ഫസ്റ്റ് വൺ, മോണോഹൈബ്രിഡ്. എന്താണ് മോണോഹൈബ്രിഡ് എന്ന് വെച്ചാൽ ക്രോസിംഗ് ഓഫ് വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു ജോഡി വിപരീത സ്വഭാവങ്ങളെ കുറിച്ച് നടത്തിയ എക്സ്പെരിമെന്റുകളാണ് മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. മോണോഹൈബ്രിഡ് മീൻസ് ക്രോസിംഗ് ഓഫ് വൺ പെയർ ഓഫ് contrasting characters. Crossing of one pair of contrasting characters. ഇനി ഡൈഹൈബ്രിഡ് എക്സ്പെരിമെന്റോ ക്രോസ് ഓഫ് ടു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. രണ്ട് ജോഡി വിപരീത ഗുണങ്ങളെ ചേർത്ത് നടത്തിയ എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ ഡൈഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മോണോഹൈബ്രിഡ് ആൻഡ് ഡൈഹൈബ്രിഡ്. മോണോഹൈബ്രിഡ് മീൻസ് ക്രോസിംഗ് ഓഫ് one pair of contrasting characters and dihybrid means crossing of two pair of contrasting characters. ഗ്രിഗർ മെൻഡൽ തന്റെ എക്സ്പെരിമെന്റുകൾക്ക് വേണ്ടി ഉപയോഗിച്ച പ്ലാന്റ് എന്ന് പറയുന്നത് പയറുചെടി ആയിരുന്നു. ഇപ്പൊ പയറുചെടിയുടെ സയന്റിഫിക് നെയിമാണ് പൈസം സറ്റൈവം. പൈസം സറ്റൈവം. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹം ടീ പ്ലാന്റിലെ തന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയലായി സെലക്ട് ചെയ്തത്? അപ്പൊ അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈസിലി അവൈലബിൾ. ഫസ്റ്റ് വൺ, ഈസിലി അവൈലബിൾ. ഫസ്റ്റ് വൺ, ഈസിലി അവൈലബിൾ. നമുക്കറിയാം, ഒരു എക്സ്പെരിമെന്റ് നടത്തണമെങ്കിൽ ആ ചെടി എന്ന് പറയുന്നത് നമുക്ക് വേഗത്തിൽ ലഭ്യമാവുന്നതായിരിക്കണം. പയറുചെടി എന്ന് പറയുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ദെൻ രണ്ടാമത്തെ പ്രത്യേകത, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ലൈഫ്. ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ലൈഫ്, അതായത് അതിന്റെ ഒരു ജീവിതചക്രം അല്ലെങ്കിൽ അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുന്നു. അതായത് തന്റെ എക്സ്പെരിമെന്റ് ചെയ്ത് റിസൾട്ട് എന്ന് പറയുന്നതും വളരെ വേഗത്തിൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തലമുറകളിൽ ഈ എക്സ്പെരിമെന്റുകൾ അദ്ദേഹത്തിന് ചെയ്തു നോക്കാൻ സാധിച്ചു. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് എ ബൈസെക്ഷുവൽ ഫ്ലവർ. ബൈസെക്ഷുവൽ ഫ്ലവർ എന്ന് വെച്ചാൽ ഈ പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സുകൾ കാണപ്പെടുന്നു. അപ്പോൾ ഒരു സിംഗിൾ പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള പോളിനേഷൻസുകളും നടത്താൻ പറ്റും. ഒന്ന് സെൽഫ് പോളിനേഷൻ, രണ്ടാമത്തത് ക്രോസ് പോളിനേഷൻ. ക്രോസ് ആൻഡ് സെൽഫ് പോളിനേഷൻ ക്യാൻ ഈസിലി നെക്സ്റ്റ് വൺ, പയറുചെടിയിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എക്സ്പെരിമെന്റിന് വേണ്ടി ആവശ്യമെന്ന് പറയുന്നത് പല സവിശേഷ ഗുണങ്ങൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏകദേശം 14 തരത്തിലുള്ള അല്ലെങ്കിൽ 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സുകളെ കുറിച്ച് അദ്ദേഹം പഠനങ്ങൾ നടത്തി. അദ്ദേഹത്തിന് പരീക്ഷയുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഗ്രിഗർ മെൻഡൽ നടത്തിയ എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ച മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാന്റ് ഏതായിരുന്നു? ഗ്രിഗർ മെൻഡൽ സെലക്ട് പൈസം സറ്റൈവം ആസ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ.
ഇനി എന്തായിരുന്നു അതിന്റെ കാരണങ്ങൾ? 4 നമുക്ക് എഴുതാം. ഈസിലി അവൈലബിൾ ആണ്, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ആണ്, ദെൻ ബൈസെക്ഷൽ ഫ്ലവർ ആണ്, സെൽഫ് പോളിനേഷനും അതുപോലെ ക്രോസ് പോളിനേഷനും ചെയ്യാൻ സാധിക്കും, ദെൻ സെവറൽ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് കിട്ടും. ഒരു ചെടിയിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെ കണ്ടെത്തിയിരുന്നു. ഇനി ഗ്രിഗർ മെൻഡൽ നടത്തിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നീണ്ട 7 വർഷക്കാലം നടത്തിയ എക്സ്പെരിമെന്റുകളാണ്. അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകളും എക്സ്പെരിമെന്റുകളും നമുക്ക് നോക്കാം. പരീക്ഷയുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രിഗർ മെൻഡൽ നടത്തിയ എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ച മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാന്റ് ഏതായിരുന്നു? ഗ്രിഗർ മെൻഡൽ സെലക്ട് പൈസം സറ്റൈവം ആസ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ. ഇനി എന്തായിരുന്നു അതിന്റെ കാരണങ്ങൾ? 4 നമുക്ക് എഴുതാം. ഈസിലി അവൈലബിൾ ആണ്, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ആണ്, ദെൻ ബൈസെക്ഷൽ ഫ്ലവർ ആണ്, സെൽഫ് പോളിനേഷനും അതുപോലെ ക്രോസ് പോളിനേഷനും ചെയ്യാൻ സാധിക്കും, ദെൻ സെവറൽ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് കിട്ടും. ഒരു ചെടിയിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെ കണ്ടെത്തിയിരുന്നു. ഇനി ഗ്രിഗർ മെൻഡൽ നടത്തിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നീണ്ട 7